ഹലോ, എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ബ്രേക്ക് ഓയിൽ മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇതൊരു 2016 ഓൾട്ടോ 800 ആണ്. ഏകദേശം 72,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഈ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് അഴിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വീൽ സിലിണ്ടർ ലീക്കായി കിടക്കുകയാണ്. ഈ വീൽ സിലിണ്ടർ ലീക്കാവാൻ കാരണം എന്താണെന്നറിയോ? ബ്രേക്ക് ഓയിൽ വീക്കായത് കൊണ്ടാണ്. കുറേ കാലമായിട്ടോ ഈ ഒരു ബ്രേക്ക് ഓയിൽ മാറ്റിയിട്ട്, അതുകൊണ്ടാണ് ഇത് ലീക്കാവാൻ കാരണം. എന്തായാലും ഈ ഒരു ബ്രേക്ക് ഓയിൽ മാറ്റേണ്ട സമയം എപ്പോഴാണെന്നറിയോ? 20,000 കിലോമീറ്റർ ഇല്ലെങ്കിൽ 2 വർഷം. ഇതിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് ആ സമയത്ത് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ബ്രേക്ക് ഓയിൽ എമർജൻസി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വാഹനത്തിൻ്റെ മെയിൻ അച്ചുതണ്ട് എന്ന് പറയുന്നത് ബ്രേക്ക് തന്നെയാണ്. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കറിയാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബ്രേക്ക് ഓയിലിൻ്റെ കളർ നമ്മൾക്കൊന്ന് പരിശോധിക്കട്ടോ. അത് MG പാർട്ടിൻ്റെ ബ്രേക്ക് ഓയിലാണ്. ഞാനൊരു ബോട്ടിൽ ഒഴിക്കണം കേട്ടോ, ഒന്ന് കാണിക്കാനായിട്ടാണ്. ഈ ഒരു കളറാണ്, പ്യൂർ വൈറ്റ് ആണ് കേട്ടോ നമ്മുടെ ബ്രേക്ക് ഓയിൽ MG പാർട്ടിൻ്റെ വരുന്നത്. ഈ കാണുന്നത് കണ്ടോ, ബ്രേക്ക് ഓയിലാണ്. ഈ വാഹനത്തിൽ നിന്ന് എടുത്ത ബ്രേക്ക് ഓയിലാണ് കേട്ടോ. മൊത്തം വീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീൽ സിലിണ്ടർ വീക്കാവാനും ലീക്കാവാനും കാരണം. അപ്പോൾ ഈ ബ്രേക്ക് ഓയിൽ നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്യാപ്പ് നമുക്കൊന്ന് തുറക്കാം. അതിൽ കുറച്ച് ഫ്ലൂയിഡ് നിലവിലുണ്ട് കേട്ടോ. കണ്ടോ, മൊത്തം പോയി കിടക്കുകയാണ് ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൽ പൈപ്പുകൾ ഒരു 3-4 പൈപ്പുകൾ പോകുന്നുണ്ട്. ഈ ഒരു മാസ് സിലിണ്ടർ ഇതിലൊക്കെ ബ്രേക്ക് ഓയിൽ നിലവിൽ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കണം, എന്നാലേ അത് ഫ്രഷ് ആവുള്ളൂ. എന്നാൽ മാത്രമേ പുതിയ ബ്രേക്ക് ഓയിൽ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ബ്രേക്ക് ബ്ലീഡിങ്ങിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ രീതിക്ക് വേണം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് ബ്ലീഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഇതാണ്. ഒരു മൊത്തം ഫ്ലൂയിഡ് വീക്കാണ്. അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വണ്ടിയുടെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യണമെന്ന സമയത്ത് ആദ്യം റിയർ സൈഡ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങണം. ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ബ്ലീഡ് ചെയ്യാം. അതേപോലെ തന്നെ റിയർ സൈഡ് റൈറ്റ് സൈഡ് ബ്ലീഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡും ബ്ലീഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് റൈറ്റ് സൈഡ് അവസാനമായിട്ട് ബ്ലീഡ് ചെയ്യാം. ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പെഡൽ കിട്ടും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓപ്പോസിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് പെഡൽ കിട്ടില്ല കേട്ടോ. സ്പോഞ്ച് മാതിരിയായിരിക്കും പെഡൽ. ഈ ഒരു രീതിക്കാണ് നമുക്ക് ബ്രേക്ക് ബ്ലീഡ് ചെയ്യേണ്ടത്. അപ്പോഴേ ഈ ഒരു രീതിക്കാണ് ഫ്ലൂയിഡ് പൂർണ്ണമായിട്ട് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഷോറൂമിലോ ഇല്ലെങ്കിൽ ലോക്കൽ എവിടെയാണെന്നോ ആയിക്കോട്ടെ, നമ്മൾ സർവീസ് ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് ഫ്ലൂയിഡ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു രീതിക്കാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്തൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ അവർ വണ്ടി വാഹനം ഏൽപ്പിച്ച ആളുടെ അടുത്ത് ചോദിക്കാം ഏത് രീതിക്കാണ് ചെയ്തത് എന്നുള്ളത് ചോദിക്കാം. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ബ്ലീഡ് ചെയ്ത് എടുക്കണമെന്നും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യട്ടോ. കമ്പനികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പീരിയോഡിക് സർവീസായിട്ട് വരുന്ന സമയത്ത് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റേണ്ട പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെയാണ് കമ്പനികളിലൊക്കെ ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആൾ ബെൽ ബട്ടൺ അമർത്തണം, ഷെയറും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.